ഒരുപാട് വർഷങ്ങളായി നമ്മുടെ സിനിമയിൽ ടൈറ്റിൽ കാണുന്ന ഒരു പേരാണ് ബ്രൂസ്ലി രാജേഷ്. സ്റ്റണ്ട് മാസ്റ്ററാണ്, നടനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ചേട്ടാ വെൽക്കം. അപ്പോ എനിക്ക് തോന്നുന്നു കുറെ നാളുകളായി അല്ലെ സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്. ശരിക്ക് ബ്രൂസ്ലി രാജേഷ് അങ്ങനെയല്ലേ വിളിക്കുന്നത്? അതെ, സ്ക്രീൻ ടൈറ്റിൽ ബ്രൂസ്ലി രാജേഷ്. അപ്പോ എങ്ങനെയാണ് ആ ഒരു പേര് സിനിമയിൽ വന്ന ശേഷമാണോ അതോ എനിക്ക് തോന്നുന്നു മുമ്പ് കരാട്ടെ ചാമ്പ്യനൊക്കെ ആയിരുന്നു? അപ്പോ പണ്ട് വന്നൊരു പേരാണോ അതോ സിനിമയിൽ വന്ന ശേഷം കിട്ടിയ പേരാണോ? അല്ല, പണ്ടേ ഉള്ള പേര് തന്നെ. ഞാൻ 95 വരെ നാഷണൽ കരാട്ടെ ചാമ്പ്യൻ ആയിരുന്നു. ആ ടൈമിൽ തന്നെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ വിളിച്ചിരുന്നു. എനിക്കൊരു പലർക്കും അറിയില്ല, ശരിക്ക് തൃശ്ശൂർക്കാരനാണ് അല്ലെ, മലയാളിയാണ്. പക്ഷെ പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട്, പുറത്തുള്ളതാണോ തമിഴ്നാട്ടിൽ നിന്നാണോ എന്നൊക്കെ. ശരിക്ക് ബേസിക്കലി എങ്ങനെയാണ് ഒരു തുടക്കം എങ്ങനെയാണ്? ഞാൻ 95 നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. അതിനുശേഷം അവിടെ വെച്ച് പരിചയപ്പെട്ട ഫൈറ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ഉണ്ടാവും, ജോണി എന്നിട്ട് പുള്ളി മുഖേന പിന്നെ മാസ്റ്റർ അസിസ്റ്റന്റായി വർക്ക് ചെയ്യും. ഒരു 7 ഇയേഴ്സോളം ആളുടെ കൂടെ വർക്ക് ചെയ്യും. മറാഠി ഹിന്ദി പടങ്ങളൊക്കെ ആയിരുന്നു. ബോംബെയിലായിരുന്നു, അന്തേരി വെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് 2008 ചെയ്തു. ഫസ്റ്റ് മലയാളം പടം 2008 റിലീസ് ആയിട്ടുള്ള മായക്കാഴ്ചയാണ്. അതിൽ പക്ഷെ സ്ക്രീൻ ടൈറ്റിൽ രാജേഷിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വീട്ടുകാർക്കൊന്നും നാട്ടുകാർക്കൊന്നും തിരിച്ചറിയാത്തതുകൊണ്ട് പിന്നീട് ഈ ബ്രൂസ്ലി രാജേഷ് തന്നെ ഫോളോ ചെയ്യേണ്ടത്. ആ പേര് തന്നെയാണ് ഫോളോ ചെയ്തു പോയത്. അപ്പോൾ ഈ ചെറുപ്പത്തിൽ ശരിക്കും ഈ മാർഷൽ ആർട്സ് തന്നെ താല്പര്യം എങ്ങനെയായിരുന്നു? അത് ഞാൻ ചോദിച്ചാൽ അതിൽ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണത്? ഏതൊരു പ്രായം മുതലാണ് അതിലോട്ട്? ഞാൻ 6th പഠിക്കുമ്പോൾ മുതൽ മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂര് തന്നെ? തൃശ്ശൂര് തന്നെ. എവിടെയായിരുന്നു അതൊക്കെ? റൌഫ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ഇപ്പൊ ചെയ്യുന്നില്ല. റൌഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ചെന്നൈ സ്വദേശിയാണ്. പുള്ളിയുടെ കീഴില് തിരുവില്ലാമലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. തിരുവില്ലാമല ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ബ്ലാക്ക് ബെൽറ്റ് വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡിങ്സൺ കുങ്ഫു ചെയ്തിട്ടുണ്ട്. ഷോട്ടോഗൻ കരാത്തെ, കുങ്ഫു അങ്ങനെ ചാമ്പ്യനായി. അതെ, 95 നാഷണൽ ചാമ്പ്യനാണ്. അപ്പൊ ആ ചാമ്പ്യനായ ശേഷമാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മറാത്തിയിലും പിന്നെ ഹിന്ദി സിനിമകളിലൊക്കെ അല്ലെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത്. അപ്പൊ ആ ഒരു തീരുമാനം ഞാൻ പറഞ്ഞപ്പോ തിരിച്ച് ഈ പറഞ്ഞ പോലെ മലയാളത്തിലൊന്നും ട്രൈ ചെയ്യാതെ അവൾ അവസരം കിട്ടിയത് ആ ഒരു ഭാഷയിലായതുകൊണ്ടാണോ അങ്ങോട്ടേക്ക് പോയത്? അപ്പൊ അതുവരെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ മനസ്സിൽ, ഇങ്ങനെ ഈ ഒരു സിനിമാ മേഖലയിലോട്ട് പോകണമെന്ന് എന്തെങ്കിലും? സിനിമ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, അത് അങ്ങനെ സംഭവിച്ചതാണ്. അപ്പൊ ശരിക്കും വേറെ എന്തായിരുന്നു? എനിക്ക് നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിനു ശേഷം എനിക്ക് റെയിൽവേ പോലീസിൽ കിട്ടിയതായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. പൊതുവെ നമ്മൾ ആ ഒരു മേഖലയിൽ പോകുമ്പോൾ പിന്നെ വേറെ ഒരു ഗവൺമെന്റ് ജോലി അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു ഇതായിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നു? റെയിൽവേ പോലീസിലും സ്പോർട്സ് കോട്ടയായിരുന്നു നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ജനറൽ ഡ്യൂട്ടിയാണ് കിട്ടിയത്. ഈ ജനറൽ ഡ്യൂട്ടി ആണെന്നുള്ള തന്നെ 6 മന്ത് ട്രെയിനിങ്, അതിന് 3 മന്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അതുവരെ റിക്രൂട്ട്മെന്റ് ടൈമിലെല്ലാം ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഫിസിക്കലിലും ഒക്കെ ഫസ്റ്റ് ആയതുകൊണ്ട് റെയിൽവേ പോലീസ് എന്നുള്ള ഉപരി നമുക്ക് സ്പോർട്സ് കോട്ടയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ലക്ഷ്യം അതായിരുന്നു ഉണ്ടാവും. പക്ഷെ പിന്നെ അത് എനിക്ക് ജനറൽ ഡ്യൂട്ടിയാന്ന് പറഞ്ഞപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരേണ്ടായത്. തിരിച്ചു വന്നപ്പോൾ നാട്ടുകാരൊക്കെ ഇനി എത്ര ദിവസം ലീവ് ഉണ്ട്, എപ്പോഴാണ് പോകുന്നത്, അങ്ങനെ ചോദ്യങ്ങളൊക്കെ ആയപ്പോഴാണ് പിന്നെ ഇവിടുന്ന് കുറച്ച് മാറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പണ്ട് ചാമ്പ്യൻഷിപ്പിന് കാണാൻ വന്നിരുന്ന ജോണി എന്നുള്ള സ്റ്റണ്ട് ആർട്ടിസ്റ്റ് മുഖേന അങ്ങനെ പിന്നെ ടിനു ആനന്ദിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു 7 ഇയേഴ്സുള്ള ആളുടെ കൂടെ അസിസ്റ്റന്റ് ആയതിനു ശേഷം ഇൻഡിപെൻഡൻസ് ചെയ്യാൻ ചെയ്തു. അപ്പോൾ ഹിന്ദി സിനിമകൾ, ഹിന്ദി, മറാഠി, കൂടുതൽ മറാഠി, പിന്നെ ഹിന്ദി. മിഥുൻ ചക്രവർത്തിയുടെ ഒക്കെ പടങ്ങൾ. ഏകദേശം എത്ര സിനിമകൾ ആ ഒരു 7 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഒരു അസിസ്റ്റന്റ് 70ഓളം സിനിമകൾ. അപ്പൊ അന്ന് ഇപ്പൊ സിനിമയിലോട്ട് ആദ്യമായിട്ട് വരുമ്പോ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ലോകമാണ്. കാരണം അന്ന് കംപ്ലീറ്റ് ഫിലിമായിരുന്നു, ഫിലിം ക്യാമറ ആയിരുന്നു. പിന്നെ ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്രയും പോപ്പുലാരിറ്റി ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഫിലിമിൽ എൻ്റർ ആവുന്നുള്ള കുറച്ച് റിസ്ക് തന്നെയായിരുന്നു. ഇന്നത്തെ പോലുള്ള ഇതില്ല, സ്റ്റെബിലിറ്റി ഇല്ല. അല്ല, അന്ന് ആ ഒരു ഈ പറഞ്ഞ പോലെ റിസ്കി ആയിട്ടുള്ള ജോലികളാണ്. അപ്പൊ അന്ന് ഒരു അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ജോലികൾ എന്തായിരുന്നു? അതിന്റെ തുടക്കവും പിന്നീടൊക്കെ എന്തായിരുന്നു? ശരിക്കും ഒരു മാസ്റ്റർ തന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? ഞാൻ അസോസിയേറ്റ് പോലെ കമ്പോസിങ്, ആക്ഷൻ കമ്പോസിങ് ഒക്കെ ആയിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒപ്പരിക്കുക, അങ്ങനെ എഡിറ്റിംഗ്, കമ്പോസിങ്, അതൊക്കെ മെയിനായിട്ട് ഒരു ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ ഒരു അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ അത് എത്രത്തോളം, ഞാൻ പറഞ്ഞ ഒരു പുതിയൊരു ലോകം ആയതുകൊണ്ട് ആ ഒരു ട്രാക്കിൽ കയറാൻ എത്ര കാലം എടുത്തു? നമ്മൾക്ക് കമ്പ്യൂട്ടറൈസ്ഡോ അല്ലെങ്കിൽ കൂടുതൽ ടെക്നോളജിയോ ഒന്നും ആയിട്ടില്ല.
കംപ്ലീറ്റ്. അപ്പൊ കൂടുതൽ 99% അന്നൊക്കെ ലൈവ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരുപാട് ഇഞ്ചുറി ഒക്കെ വരുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അന്ന് ഇപ്പൊ ഇന്നത്തെ അത്ര ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു റിസ്കി ആയിട്ട് ചെയ്തിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചാൽ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ഉണ്ട്, ഒരുപാട് ഉണ്ട്. പ്രത്യേകിച്ച് ഞാനിവിടെ വന്നിട്ട് 3ാമത്തെ സിനിമ മറ്റേ ദ്രോണാചാര്യ ഒരു മലയാള സിനിമയാണ്. അത് ഇൻഡിപെൻഡന്റ് ആയപ്പോ അത് ഞാൻ അന്ന് അസിസ്റ്റ് ചെയ്തിരുന്ന സമയത്തെ അതാ ഞാൻ ചോദിച്ചത്. അന്ന് പിന്നെ കുറച്ചും കൂടി ടെൻഷനുള്ള ഒരു സമയമായിരിക്കുമല്ലോ. അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ട് അന്നത്തെ ഞാൻ ചോദിച്ചാൽ അവിടെ ഉള്ള എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? അവിടെ എന്ന് പറഞ്ഞാൽ ഇത്തിരി കാലമായതുകൊണ്ട് കുറച്ചൊക്കെ മറന്നുപോയി. കുഴപ്പമില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇൻഡിപെൻഡന്റ് ആയ ശേഷമാണ് ഇപ്പൊ ഈ പറഞ്ഞത് ദ്രോണാചാര്യ എന്ന് പറഞ്ഞ. ഫസ്റ്റ് ചെയ്തത് മായക്കാഴ്ച പറഞ്ഞ സിനിമയായിരുന്നു. തമിഴ് ഡാൻസ് മാസ്റ്റർ ആയിട്ടുള്ള അരവിന്ദർ, നിഷാന്ത് സാഗറൊക്കെ പിന്നെ ആ സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര സിനിമകൾ ഇപ്പൊ ചെയ്തപ്പോ മലയാളത്തിൽ ഒരു 150-ലധികം മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, തെലുങ്ക് ഉൾപ്പെടെ 150-ലധികം സിനിമ ചെയ്തു. വിജയ് യേശുദാസ് ഹീറോ ആയിട്ടുള്ള ഒരു 5 ലാംഗ്വേജിലുള്ള പടങ്ങളാണ്. സാൽമൺ 3D അതൊക്കെ ഞാനാ ചെയ്യുന്നത്. അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താ ഇപ്പൊ ശരിക്കും കുറെ അന്ന് 2000-ൽ തുടക്കം വർക്ക് ചെയ്തിരുന്നത്, അസിസ്റ്റ് ചെയ്തിരുന്ന ഒരു സമയത്ത് ഇപ്പൊ നിൽക്കുമ്പോൾ ഏകദേശം ഒരു 10-25 വർഷമായല്ലോ. ഒരു 25 വർഷം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ കുറെ ടെക്നോളജിയൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു ഡിജിറ്റലായി സിനിമ. അപ്പൊ എത്രത്തോളം നിങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം അത് എളുപ്പമായിട്ടുണ്ടായിട്ട് ജോലി? ഇപ്പൊ ഒരു 60% എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. ഏതെല്ലാം ഒന്ന് എക്സാമ്പിൾ കമ്പോസിംഗ് എല്ലാം ഒരു 60% എളുപ്പമാണ്. പക്ഷെ ബാക്കി കൂടുതൽ ഇപ്പോ ആളുകൾ ഉള്ളതുകൊണ്ട് ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ വരുന്നതുകൊണ്ട് കുറച്ച് സ്ട്രഗിളിംഗ് ഉണ്ട്. ഈ കോമ്പറ്റീഷൻ കൂടുതലാണെന്നാണ് പറയുന്നത്. ഓ, പണ്ടത്തെ കാട്ടിപ്പോ കോമ്പറ്റീഷൻ കൂടുതലാണ്. അതെന്തുകൊണ്ടായിരിക്കും ഇപ്പൊ കൂടുതൽ ആൾക്കാർ വരുന്നത്? പുതിയ ടെക്നോളജി അനുസരിച്ച് പുതിയ ഒരുപാട് പേര് രംഗത്ത് വന്നു. പിന്നെ ഒരുപാട് സിനിമകൾ നിർമ്മിക്കപ്പെടുന്നു. പണ്ട് ഇത്രയും സിനിമകൾ നിർമ്മിക്കപ്പെടുന്നില്ല. പിന്നെ പുതിയ അവസരങ്ങൾ ഉള്ളത് കൊണ്ട് കൂടുതൽ ഇപ്പൊ OTT പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ പേര് ഈ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോ ശരിക്കും ഇപ്പോ സിനിമകളില് മലയാളത്തെക്കാട്ടും കൂടുതൽ പുറത്താണ് കൂടുതൽ ഫൈറ്റ് സീക്വൻസ്. നമുക്കിപ്പോ തെലുങ്കൊക്കെ എടുക്കുമ്പോഴാണ് കൂടുതൽ, അതായത് കൂടുതൽ ബഡ്ജറ്റ് ഒക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ മലയാളത്തിൽ എപ്പോഴും ഒരു ബഡ്ജറ്റ് എപ്പോഴും ഒരു കൺസ്ട്രെയിന്റ് ആയിരിക്കും. ബഡ്ജറ്റ് എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ തുടക്കം മുതൽ ഒരു സിനിമ ഓൺ ആവുന്ന സമയം മുതൽ അതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സമയം മുതൽ അതിന്റെ റൈറ്റേഴ്സിന്റെ കൂടെ ഡയറക്ടറുടെ കൂടെ നിങ്ങൾ ഇരിക്കാറുണ്ടോ? അതോ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് എപ്പോഴാണ് ശരിക്കും തുടങ്ങുന്നത്? റയറായിട്ട് പല രീതിയിലുണ്ട്. ചിലവർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ, കാരണം ആക്ഷൻ ത്രൂ ഔട്ട് ആക്ഷനുള്ള സിനിമയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ കാണാം. അല്ലെങ്കിൽ ഒരു 1 വീക്ക് മുൻപൊക്കെ നമ്മളെ വിളിച്ച് ലൊക്കേഷൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് അങ്ങനെ വിളിച്ച്. പിന്നെ ചിലവർ പെട്ടെന്ന് സഡൻലി വിളിക്കുന്നവരുണ്ട്. നാളെ ഷൂട്ടാണ്, വേറെ ഒന്നും നാളെ എടുക്കാറില്ല, അതുകൊണ്ട് പെട്ടെന്ന് ആയതാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്ത 1-2 സിനിമകൾ അങ്ങനെ പറയും, നിങ്ങൾ തുടക്കം മുതൽ അതിൽ ഇൻവോൾവ് ചെയ്തത് കൊണ്ട് അത് ആ ഒരു സിനിമയ്ക്ക് ഗുണം കിട്ടി എന്ന് തോന്നിയിട്ടുള്ള? പോലീസ് ജൂനിയർ എന്നുള്ള പടം നരേനൊക്കെ ചെയ്തിട്ടുള്ള പോലീസ് ജൂനിയർ. ഓക്കെ. അതെനിക്ക് തോന്നുന്നു കുറച്ച് കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഷാനവാസ് സ്റ്റുഡൻസ് പോലീസ്, അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് സാൽമൺ 3D അതും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ഈ ഇപ്പോ ഞാൻ ചില ഡയറക്ടേഴ്സ്, മലയാളത്തിലൊക്കെ ചില ഡയറക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ചിലവരൊക്കെ വേറെ വഴിക്കൊക്കെ പറയുന്നുണ്ട്. അതായത് പലപ്പോഴും ഫൈറ്റ് സീക്വൻസുകൾ അല്ലെങ്കിൽ ഒരു ഡാൻസ് സോങ് സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഡയറക്ടേഴ്സ് ആയിരിക്കില്ല അത് സോങ് എടുക്കുന്നത്, സോങ് കൊറിയോഗ്രാഫർ, ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ കൊറിയോഗ്രാഫർ. ശരിക്ക് ഡയറക്ടറും കൂടെ വേണ്ടേ ശരിക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഇതിൽ ചെയ്യുന്നതാണോ അതോ ഡയറക്ടറുടെ കൂടി ഇൻവോൾവ്മെന്റ് ഉള്ളതല്ല ശരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത്? അതങ്ങനെ തന്നെയാണ്. എങ്കിലും കൂടുതൽ ഇതുവരെ അവർ ചെയ്ത മേക്കിംഗ് പാറ്റേൺ അത് അറിയാനും ഒക്കെ അവരുള്ളത് പോലെ തന്നെയാണ്. അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും, കൂടുതൽ റിസൾട്ട് കിട്ടാനും. അപ്പൊ ഇത്രയും വർക്ക് ചെയ്ത സിനിമകളിൽ അങ്ങനെ കൂടുതൽ ഇവരുടെ നിങ്ങളുടെ ഒരു എന്താ പറയുക സ്റ്റണ്ട് കൊറിയോഗ്രാഫിയിൽ കൂടുതൽ വളരെയധികം ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് ഫിലിം മേക്കേഴ്സ് ഇപ്പം ഇത്രയും വർക്ക് ചെയ്തതിൽ ആരാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ കൂടുതൽ? ഇപ്പൊ എനിക്കൊക്കെ നമ്മളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പൊ ഷാജി കൈലാസ് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പൊ തമിഴിലാണെങ്കിൽ നമുക്കിപ്പോ ലോകേഷ്, ഇപ്പൊ കുറെ പേര് ഡയറക്ടേഴ്സ് തന്നെ അവരൊരു എന്താ പറയാ സ്റ്റണ്ടിന് അല്ലെങ്കിൽ അവരൊരു ഫൈറ്റിന് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു ഇപ്പൊ പറയാറുണ്ട്.
പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് പൂർണ്ണമായിട്ടും ഫൈറ്റ് മാസ്റ്റർക്ക് വിട്ടുകൊടുക്കുന്നത്. ഇപ്പൊ പക്ഷെ ഇവര് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഇവര് അതിനൊരു കൊറിയോഗ്രാഫി ചെയ്യുന്നു എന്ന് പറയാറുണ്ട്, സ്ക്രിപ്റ്റ് എഴുതാറുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും അങ്ങനെ എടുത്തു പറയാൻ, അങ്ങനെ പേരുകളെ പറയാൻ പറ്റുമോ അങ്ങനെ ആരെങ്കിലും? ഇങ്ങനെ ഞാൻ ചെയ്ത സിനിമകളിൽ അങ്ങനെ സ്ക്രിപ്റ്റ് അവർ എഴുതി വെച്ച് ചെയ്തിട്ടില്ല. റീസെന്റ് ഒരു തമിഴ് പടം ചെയ്തിരുന്നു, ഡാർക്ക് ഹെവൻ എന്ന് പറഞ്ഞിട്ട്. ഡയറക്ടർ ബാലാജി അവരൊരു പാറ്റേൺ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നില്ല, സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയില്ല. ആ ഒരു പാറ്റേൺ പറഞ്ഞു, കൂടുതൽ സിനിമാറ്റിക് അല്ലാതെ ലൈവായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പാറ്റേൺ പറഞ്ഞു. ഇപ്പൊ ഇതില് ഇപ്പൊ ഈ ഫൈറ്റ്സിലൊക്കെ വരുന്ന നമ്മൾ പറയാം ഈ ആർട്ടിസ്റ്റുകൾ, അതായത് സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ വരുമ്പോ അതൊക്കെ ശരിക്ക് ഇപ്പൊ എങ്ങനെയാണ്? എല്ലാം കേരളത്തിൽ നിന്നും ഉണ്ടോ, അതോ റിസ്കി ആണല്ലോ ശരിക്കും? ഇപ്പൊ നമ്മൾ ഹീറോ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, പൃഥ്വിരാജ് അഭിനയിച്ച. അതിൽ ശരിക്കും ഒരു സ്റ്റണ്ട് മാസ്റ്ററുടെ ജീവിതമാണ് പറയുന്നത്. അത് പൃഥ്വിരാജ് എന്ന് പറയുന്നത് പണ്ടൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു അവര് അതായത് വീട്ടിൽ തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് അറിയാതെ വരുന്നതാണ് ഇവര്. അങ്ങനെയൊക്കെ ആ ഒരു ലൈഫ് ഇൻസ്പയർ ചെയ്തിട്ടാണ് സിനിമ. അങ്ങനെ തന്നെയാണ്, റിസ്ക് ആണ്. ടൈമിങ് തെറ്റി കഴിഞ്ഞാൽ, അതുപോലെ ചില കാര്യങ്ങൾ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. എങ്കിലും പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഫിലിം ക്യാമറയുടെ കാലത്തേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക്. അങ്ങനെയൊന്നും റിസ്ക് ചെയ്യാതെ തന്നെ കുറച്ചൊക്കെ ഭയങ്കര റിസ്കി ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സിനിമകളുണ്ട്? ഞാൻ ചോദിച്ച ഇൻഷുറൻസ് സിനിമയുള്ള ഇൻഷുറൻസ് എന്തെങ്കിലും ഓർമ്മയെന്ന് പറയാൻ പറ്റും, ഇൻഡിപെൻഡന്റ് ആയ ശേഷമുള്ളത്? റിസ്കി ആയിട്ട് നമ്മള് ഡയറക്ടർ പ്രവീൺ ഗാന്ധ് പറഞ്ഞിട്ട് തമിഴ് ഡയറക്ടർ, പുലിപ്പാറ എന്നൊരു പടം ഉണ്ടായിരുന്നു. അത് ഇതേപോലെ LTT ലീഡർ വേലുപ്പിള്ള പ്രഭാകരന്റെ ഒരു ഹിസ്റ്ററിയാണ് പടം. അപ്പൊ അതിൽ കുറച്ച് റിസ്കി ഷോട്ട്സുകളാണ് കൂടുതൽ. മെഷീൻ അതുപോലെ റോപ്പ് സീക്വൻസും കംപ്ലീറ്റ് അറ്റ് എ ടൈം തന്നെ 9 പേരൊക്കെ റോപ്പിൽ ഹാങ് ചെയ്തിട്ടും ഗൺ ഷൂട്ടും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര റിസ്കി ഷോട്ട്സ് ആണ് അത് കൂടുതൽ. പിന്നെ അതിനുശേഷം ചെയ്തിട്ടുള്ളത് ഈയിടെ ചെയ്ത തെലുങ്ക് പടം. അവിടുത്തെ മേക്കിംഗ് സ്റ്റൈൽസ് എങ്ങനെയാണ് തോന്നുന്നത്? ഇപ്പൊ തെലുങ്കും മറാത്തിയും ഹിന്ദിയും മലയാളം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഓരോ ഭാഷയിലും സ്റ്റൈൽ അവരുടെ ഒരു സ്റ്റണ്ടിൽ ഉണ്ടാവുന്ന. അപ്പൊ ഇവിടത്തെക്കാട്ടല്ല, ഇവിടെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിരിക്കും. നമ്മളെ ഇപ്പൊ തെലുങ്ക് കാണുമ്പോൾ കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്തിട്ടൊക്കെയാണല്ലോ അവർക്ക് വേണ്ടത്. കൂടുതൽ വെറൈറ്റി ആയിട്ട്, കൂടുതൽ ആരും പ്രതീക്ഷിക്കാതില്ല. ലോജിക് ഒന്നും വിഷയമല്ല. കാരണം നമ്മൾ തെലുങ്കിലാണ് നമ്മൾ കൂടാൻ ഈ പൊടി പറക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ കുറവാണ് അങ്ങനെ. അപ്പൊ തെലുങ്കിൽ അങ്ങനെയുണ്ട്, തമിഴിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കാണുന്നത്? മാറിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ കുറച്ചും കൂടി മാറിയിട്ട് വരുന്നുണ്ട്. പക്ഷെ തെലുങ്ക് ഇപ്പോഴും അവരതാണ് എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചാൽ ഓരോ ഭാഷയിലും പോകുമ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ തീർച്ചയായും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ? അത് നിങ്ങൾ ഡയറക്ടറുടെ കൂടെ ഇരുന്നിട്ടാണോ അങ്ങനെ ഓരോ ഭാഷയിലും ചെല്ലുമ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇല്ല, അവര് നമ്മളോട് സിറ്റുവേഷൻ മാത്രമേ പറഞ്ഞു. ബാക്കി നമ്മള് പ്ലാൻ ചെയ്തതിനു ശേഷം പ്ലാൻ ചെയ്ത് അവരെ ഒന്ന് കാണിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഒരു ജോലി ഏതായാലും സെയിം ആയിട്ടാണോ തോന്നാറുള്ളത്? ഞാൻ ചോദിച്ചു, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇടിച്ചിട്ട് ഒരു 5 പേര് തെറിച്ചു പോകുന്നു. ഇപ്പൊ മലയാള സിനിമയിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പോലും. ഇപ്പൊ ബാബു ആന്റണി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴല്ല അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു നോർമലി ഒരാൾ ഇടിച്ചാൽ ഒരു പറന്നു പോകുന്നതിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ പറ്റാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോ ഈ അങ്ങനെ പറന്നു പോകുന്ന ടൈപ്പ് ഓഫ് സീക്വൻസുകളാണോ അതോ റിയലിസ്റ്റിക് ആയ സീക്വൻസുകളാണോ? നിങ്ങളുടെ ജോലി ശരിക്കും ഏതാണ് എളുപ്പം? ഈസി പറന്നു പോകുന്നതാണോ? അതെന്തുകൊണ്ടാണ്? അതെന്താ വെച്ചാൽ നമുക്കിപ്പോ ഗിമ്മിക്കുകൾ കുറച്ച് ഉപയോഗിക്കുന്നതാണോ? ക്യാമറ ചിലപ്പോൾ ടൈമിങ്ങോ എക്സ്പ്രഷനോ ഒക്കെ ഇല്ലാത്ത ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവരെ വെച്ച് ചെയ്യാൻ അല്പം റോപ്സിക്കത്താം. അങ്ങനത്തെ സീക്വൻസുകളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശരിക്കും കൂടി എളുപ്പം. അത് കുറച്ചുകൂടി വേറെ ക്യാമറമാനാണോ അത് കൂടുതൽ പണി വരുന്നത്? ക്യാമറമാൻ അത്ര പ്രശ്നമില്ല, മൾട്ടി ക്യാം ഉണ്ടാവും. മൾട്ടി ക്യാം ഉണ്ടാവും. എങ്കിലും അത് കൂടുതൽ റിസ്ക് വരുന്ന ഈ ട്രാവൽ ചെയ്യുന്ന ആർട്ടിസ്റ്റ്, സ്റ്റണ്ട് ആർട്ടിസ്റ്റിനാണ്. ഈ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റണ്ട് ആ ഒരു മേഖലയ്ക്ക് ഇപ്പോഴും അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ടോ ശരിക്കും? ഞാൻ പറഞ്ഞ നമ്മൾ സിനിമ സാധാരണ ഓഡിയൻസ് ആയാലും കാണുന്നു, കൈവച്ചിട്ട് പോകുന്നു. പക്ഷെ പലപ്പോഴും ഒരു ഹീറോ, അതിപ്പോ ഏത് ഹീറോ എടുത്തു കഴിഞ്ഞാലും ആ ഹീറോന്റെ ഫൈറ്റ് ഗംഭീരമാവുന്നുണ്ടെങ്കിൽ ആ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും അവരുടെയും സപ്പോർട്ടിങ് ടൈമിംഗ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വരണല്ലോ. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ട ആ ഒരു അംഗീകാരം കിട്ടുന്നുണ്ടോ ശരിക്കും? അങ്ങനെ ഇപ്പൊ എത്ര വർഷമായതുകൊണ്ട് ചോദിക്കുകയാണ്. പഴയ കാലത്തിനെ അപേക്ഷിച്ച് ഇപ്പൊ കൂടുതൽ കിട്ടുന്നുണ്ട്. പഴയ കാലത്തിനെ അപേക്ഷിച്ച് ഇപ്പൊ കൂടുതൽ സോഷ്യൽ മീഡിയ ഇതെല്ലാം വന്നതുകൊണ്ട് നമ്മൾക്ക് നമ്മുടേതായ ഒരു പൊസിഷൻ ഉണ്ട്. അത് കാരണം കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ സോഷ്യൽ മീഡിയ വന്ന ശേഷം മേക്കിംഗ് വീഡിയോസും ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ പുറത്ത് കാണുമ്പോൾ റിസ്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളോട് എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്.
ഇതില് ഇപ്പോ നമ്മളിതിൽ ആർട്ടിസ്റ്റുകളെ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നത് നിങ്ങൾക്കൊരു ടീം ഉണ്ട്, അതോ നിങ്ങൾ ഓരോ സിനിമയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ഹയർ ചെയ്യുന്ന ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ്? ഡയറക്ടർ നമ്മൾ ഫസ്റ്റ് ഫോട്ടോ അയച്ചു കൊടുക്കും, ഡയറക്ടർ ചൂസ് ഇത് നിങ്ങൾക്കൊരു ഡാറ്റാബേസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ഡാറ്റാബേസ് ഉണ്ടാവും. അത് കൂടുതൽ എവിടുന്നാണ് ഞാൻ ചോദിച്ചത്? ഇപ്പൊ അത് ഏത് ഭാഷയായാലും മലയാളികൾ തന്നെയാണ്, കാരണം നമ്മളൊക്കെ കൂടുതൽ കണ്ടിരിക്കുന്നത് പുറത്തുനിന്നാണ്. അത് എന്തുകൊണ്ടാണ് മലയാളികൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് കുറവ്? ഇപ്പോഴും മലയാള സിനിമയിൽ നമ്മൾ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. മലയാളികൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഡെഡിക്കേഷൻ കുറവുള്ളവരാണ്. പിന്നെ ഒരു സിനിമ ആകുമ്പോഴേക്കും അവർക്ക് പിന്നെ സൂപ്പർ സ്റ്റാർ ആവണമെന്നുള്ള മെന്റാലിറ്റിയിൽ ഡെഡിക്കേറ്റഡ് അല്ല. ശരി, അതുകൊണ്ടാണ് കൂടുതൽ മറ്റുള്ള ഭാഷയിൽ വരുന്നത്. അവർക്ക് വർഷങ്ങളോളമായിട്ട് സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നവരാ. അല്ല, അവര് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള അത് ഏതാ തമിഴ്നാണോ അതോ ആന്ധ്ര, എവിടുന്നാണ് ഇപ്പൊ കൂടുതൽ? തമിഴ്ന്നുണ്ട്, കർണാടകയിലുണ്ട്. കർണാടകയിലും ഇതുപോലെ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുറത്തുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പൊ പറഞ്ഞല്ലോ, അവര് മലയാളികളെക്കാട്ടും കൂടുതൽ പുറത്തുള്ള ആർട്ടിസ്റ്റുകളാണ് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു. അവരിത് ശരിക്കും ഒരു തൊഴിലായിട്ട് മാത്രമാണോ, അതോ അവർക്കൊരു സിനിമയോട് പാഷനേറ്റ് ആയിട്ട് അവർക്ക് ഇനി അത് നേരത്തെ പറഞ്ഞ പോലെ വലിയ നടനാവണം അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ അങ്ങനെ ഒരു മോഹമായിട്ട് വരുന്നവരാണോ അവിടെ ഉള്ളത് കൂടുതൽ? അങ്ങനെയുള്ളവരും ഉണ്ടോ? അങ്ങനെയുള്ളവരുണ്ട്, പക്ഷെ അത് കുറവാണ്. കൂടുതലും കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നിട്ട് അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്തു. അവർക്ക് അതവരൊരു ജോലിയാണ് എന്നുള്ള കണക്കാക്കി തന്നെയാണ് അവര് വരുന്നത്. ഇവിടെ പക്ഷെ പറഞ്ഞത് കൂടുതൽ അഭിനയമോഹം ഉള്ളവരായതുകൊണ്ടാണോ ഈ പറഞ്ഞ പോലെ അധികം കിട്ടാത്തത്, ഇവിടെ വരാത്തത്? ഇവിടെ അത്ര ഡെഡിക്കേറ്റഡ് അല്ല. ഇവിടെ എല്ലാവർക്കും പെട്ടെന്ന് എന്തെങ്കിലും ആവണം, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറില്ല. പെട്ടെന്ന് നാളെ ഇന്നിപ്പോ ഒരു ചെയ്യുമ്പോഴേക്കും നാളെ അതിന്റെ ഹീറോ അവർക്ക് ആവണം, ആ ഒരു മെന്റാലിറ്റി ഉണ്ട്. നിങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇതില് സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നവർക്കും നിങ്ങൾ എല്ലാവർക്കും ഒരു അസോസിയേഷൻ ആണോ? സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആൻഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ, ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഉണ്ട്. അതില് നമ്മൾ മറ്റുള്ള ഈ നടന്മാരുടെ അസോസിയേഷൻ പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, പുറത്ത് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഘടനാപരമായിട്ട് റിസ്കി ജോബ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ഇപ്പൊ ഈ പറഞ്ഞ ഇൻഷുറൻസോ അങ്ങനത്തെ ഇൻഷുറൻസിന്റെ അതുപോലെ മെഡിക്കൽ ക്ലെയിം അതെല്ലാം ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇവരെ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്യാൻ ഡയറക്ടർ ആണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി ഈ ഒരു സീനിലെ ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മളെ സ്ക്രിപ്റ്റ് വായിക്കാൻ മനസ്സിലാവും. പക്ഷെ ഇത് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിച്ച് എപ്പോഴും അവൈലബിൾ ആക്കുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും ഇവരെയൊക്കെ കണ്ടെത്തുന്നത്? എങ്ങനെയാണ് അത്? നമ്മുടെ അസോസിയേഷനിലെ മെമ്പേഴ്സിനെല്ലാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ആ ഗ്രൂപ്പിന് ഫോട്ടോ ഡീറ്റെയിൽസ് ഇടും. അല്ലെ, അസോസിയേഷനിൽ മെമ്പർ ആവണമെങ്കിൽ എന്താണ് വേണ്ടത് ശരിക്കും? ഓൾറെഡി ഇത്ര സിനിമകൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണോ നിങ്ങൾ മെമ്പേഴ്സ് ആക്കുന്നത്? അങ്ങനെയല്ല, കുറച്ചുകൂടി ടൈമിങ് ഇതുപോലെ ആക്ഷനോടൊക്കെ പാഷനുള്ള കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റിയ ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവരെയാണ്. അപ്പൊ ഇപ്പൊ എന്തായാലും പണ്ടത്തെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആണ് അല്ലെ? ബെറ്റർ ആയിട്ടാണ്. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ അത് ഇതിന്റെ ഒരു കൂടെ സാഹചര്യം കൊണ്ട് അഭിനയിക്കുന്നതാണോ, അത് താല്പര്യമുണ്ടോ ശരിക്കും അഭിനയിക്കാൻ? താല്പര്യമുണ്ട്, പിന്നെ സാഹചര്യം വരുമ്പോൾ ചെയ്യും. എത്ര സിനിമകൾ ഇതിന്റെ അത്യാവശ്യം മെയിൻ റോൾസ് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ശ്രദ്ധിക്കപ്പെടുന്ന റോൾസുകൾ ചെയ്തിട്ടുള്ള എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്? ഒരു 15ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏതൊക്കെ എടുത്തു പറയാനാണെങ്കിൽ മലയാളം, തമിഴ്. റീസെന്റ് തമിഴില് സെൻട്രൽ ക്യാരക്ടർ ചെയ്ത ഒരു പടമാണ് ഒരേ പേച്ച് ഒരേ മിടിവ്, തമിഴ് പടം. പിന്നെ ഇപ്പൊ മലയാളം ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്നു, ടൈറ്റില് കൺഫേം ആവുന്നുള്ളൂ. ഇപ്പൊ സിനിമകളിൽ പല മേഖലകൾ അവാർഡ് കൊടുക്കുന്നുണ്ട്, മികച്ച നടൻ മുതൽ അങ്ങോട്ട് സൗണ്ടിനും എല്ലാത്തിനും അവാർഡ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ സ്റ്റണ്ട് കൊറിയോഗ്രാഫിക്ക് അവാർഡ് ഇപ്പൊ കൊടുക്കുന്നുണ്ട് തോന്നുന്നു, പക്ഷെ പണ്ട് റീസെന്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അംഗീകാരങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്? 2022 ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് ഡിസംബർ 2025 ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ ഒരു അച്ചീവ്മെന്റ് അവാർഡ്, ഇതുവരെയ്ക്ക് 150ലധികം സിനിമ ചെയ്തതിന് അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ അംബേദ്കർ അവാർഡ് കിട്ടിയത് ഏതെങ്കിലും സിനിമയ്ക്കാണോ അതോ കോമൺ ആയിട്ട്? അച്ചീവ്മെന്റ് അവാർഡാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടിയും ശ്രദ്ധിക്കപ്പെടുന്ന എന്താ പറയാ അവാർഡ്സ് കാറ്റഗറികൾ നിങ്ങളുടെയും കൂടിയും ഉൾപ്പെടുത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അസോസിയേഷനിലൊക്കെ ഉന്നയിക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഇതുവരെ നമ്മളൊന്നും അതിനുവേണ്ടി ശ്രമിക്കാറില്ല. കിട്ടണത് കിട്ടട്ടെ. ഓക്കെ. പിന്നെ പഴയ പോലെ ഇപ്പൊ മിക്കവാറും അവാർഡ് കമ്മിറ്റികൾ അങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, അതിന് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ഏതൊക്കെ ആർട്ടിസ്റ്റുകളുടെ ഹീറോസിന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇത്രയും ഭാഷ എടുത്തു നോക്കിയാൽ? അങ്ങനെ മലയാളത്തിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ മമ്മൂക്കയുടെ റോഷാക്കിൽ ചെയ്തിട്ടുണ്ട് ഒരു സീക്വൻസ്, അതുപോലെ ജയറാമന്റെ ലോനപ്പന്റെ മാമോദിസ,
പിന്നെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, പിന്നെ സലീം കുമാർ ഡയറക്ട് ചെയ്ത ദൈവമേ കൈതൊഴാം കെ കുമാർ ആകണേ, അത് ജയറാമട്ടൻ തന്നെയാണ്. അതെ. പിന്നെ ചാക്കോസിന്റെ പത്മിനി, കുട്ടനാടൻ മാർപ്പാപ്പ, അങ്ങനെ രണ്ടുകൂടെ ചെയ്തത്. പിന്നെ നരേന്റെ പോലീസ് ജൂനിയർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ അപ്പോത്തിഗിരി, ആസിഫലിന്റെ എല്ലാം ശരിയാവും, അസുരവിത്ത്. അപ്പൊ ഒരുവിധം ഹീറോസിന്റെ കൂടെ ലാലേട്ടന്റെ കൂടെ മാത്രം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലാലേട്ടൻ, പൃഥ്വിരാജ്, അതുപോലെ ടൊവിനോ, അവരുടെ വർക്ക് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. അവസരം കിട്ടട്ടെ. അതെ. ശ്രീനാഥ് ബാസിലെ രണ്ടുപേരും ചെയ്തു. തമിഴില് ജിത്തൻ രമേഷിന്റെ ചെയ്തു. പിന്നെ അങ്ങാടിത്തൊരു മഹേഷ് എന്ന് പറയും, മഹേഷിന്റെ ചെയ്തു. പിന്നെ അതുപോലെ പാണ്ഡി എന്ന് പറഞ്ഞിട്ട് പസംഗ പറഞ്ഞ പടത്തിന്റെ പാണ്ഡി ആളുടെ ചെയ്തു. ന്യൂ ജനറേഷൻ ആർട്ടിസ്റ്റ്. ഈ റൊഷാക്കിലെ ഇത് അതെ ആ ഒരു സീക്വൻസ് സീക്വൻസ് ആയിരുന്നു. നമുക്ക് ബാക്കിലേക്ക് ട്രാവൽ ചെയ്യുന്നതും ഓപ്പോസിറ്റ് ആസിഫലിയുടെ ആത്മാവ് വരുമ്പോഴുള്ള ഒരു സീക്വൻസ് ആണ്. അപ്പൊ ആദ്യമായിട്ടാണ് നമുക്ക് കാണുന്നത് വന്നായിരുന്നോ? മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്ന അതിന് മുമ്പ് പരിചയം എവിടെയെങ്കിലും പരിചയം അല്ലെങ്കിൽ പല മീറ്റിങ്ങിന് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്ന അവിടെ. എങ്ങനെയാണ് മമ്മൂക്കയുടെ കുറിച്ച് പറയാനാണെങ്കിൽ ആ ഒരു കാരണം ഏറ്റവും സീനിയർ ആർട്ടിസ്റ്റ് മമ്മൂക്ക ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം, മമ്മൂക്കയായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മമ്മൂക്കയായിട്ട് കുഴപ്പമില്ല. പേടിയുണ്ടെന്ന് ചോദിക്കാനാണ്. നമ്മുടെ ഉള്ളിൽ ചെറിയ ഡൗട്ട് ഉണ്ടാവും. ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കോ. നമുക്ക് വരുന്നതിന് മുമ്പേ നമ്മളത് അസിസ്റ്റന്റിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് സ്പോട്ട് എഡിറ്റിംഗ് റെഡിയാക്കി വെച്ചിരുന്നു. എന്നിട്ട് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന റെഫറൻസ് കാണിച്ചിട്ടാണ് ചെയ്തത്. അത് കാരണം പ്രശ്നമില്ല. ആള് ഓക്കെ മാസ്റ്റർ ടൈപ്പ് പോലാന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ മലയാളിയാണ്. അതാ ഞാൻ ചോദിച്ചാൽ എല്ലാവരുടെയും വിചാരം മാസ്റ്റർ എന്ന് പറയുമ്പോൾ തമിഴ് ഇതാണല്ലോ. ഇപ്പൊ ഈ മലയാളം സിനിമയിൽ നമ്മളിപ്പോ കൂടുതൽ റിയലിസ്റ്റിക് ഫൈറ്റുകളാണല്ലോ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ട്രെൻഡിലാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പണി ശരിക്ക് അത് കൂടുതലാണോ കുറവാണോ? നേരത്തെ പറഞ്ഞത് നിങ്ങൾ മറ്റേ തെലുങ്ക് സിനിമകളൊക്കെ കാണുന്ന രീതിയിലാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ പണി എളുപ്പമാണെന്ന് പറഞ്ഞു. അത് എളുപ്പമാണ്. പിന്നെ ഇത് ഇഞ്ചുറി ഒക്കെ വരുന്നോണ്ടാണോ കൂടുതൽ ഇച്ചിരി റിസ്ക് വരുന്നത്? അത് മാത്രല്ല, നമ്മൾക്ക് തെലുങ്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഡേയ്സ് കിട്ടും ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, ബഡ്ജറ്റ് ലിമിറ്റേഷൻ ആണ്, ഡേയ്സ് കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല ലൈവ് ഫൈറ്റാണ്, സ്റ്റോറിയും അതുപോലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്ന ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ അതാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം. അപ്പോൾ ആ സ്റ്റോറിക്ക് മാച്ച് ആവുന്ന രീതിയിൽ കമ്പോസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ജോലി ശരിക്ക് ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ നിങ്ങൾ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നല്ലത്. ഈ ഒരു സ്ക്രിപ്റ്റിംഗ് സമയം മുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് നല്ലത്. ഷൂട്ട് കഴിഞ്ഞ ശേഷം ഇതിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വരുന്നത് എങ്ങനെയാണ്? ഇപ്പൊ എഡിറ്റിംഗ് സമയത്താണെങ്കിലും എഡിറ്റിങ്ങിന് നമ്മൾ തന്നെ ഇരിക്കണം. കാരണം ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് സൗണ്ട് എഫക്ട്സ് ഒക്കെ വെച്ച് കേൾക്കുന്ന പോലെ മേക്കിംഗ് ചെയ്യാൻ പറ്റില്ല. സീൻ എടുക്കുന്ന പോലെ ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം സേഫ്റ്റി നോക്കണം. ഇപ്പോൾ സിനിമയിൽ ഇഞ്ചുറി ആവും വേണം, എന്നാൽ ലൈഫിൽ ഇഞ്ചുറി ആവരുത്. സേഫ്റ്റി ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് അത് മേക്കിങ്ങിൽ കുറച്ച് ഗിമ്മിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് കംഫർട്ടബിളായി ചെയ്യാൻ വേണ്ടിട്ട് അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെ എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണ്. എല്ലാ മാസ്റ്റേഴ്സും അങ്ങനെ ഞാൻ മാത്രം അങ്ങനെ എഡിറ്റർ കൂടെ ഇരുന്നിട്ട് അത് ഷോർട്ട് ഓർഡർ ചെയ്ത് അതുപോലെ റാമ്പ് ചെയ്ത് അതിനെ ഇത് ചെയ്ത് കൊടുക്കണം സേഫ്റ്റി. അപ്പൊ നിങ്ങളുടെ ജോലി ഷൂട്ടിൽ കഴിയുന്നില്ല അല്ലെ? അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിംഗ് കഴിയണ വരെ നിങ്ങളുടെ ഇതുണ്ട്. പിന്നെ ഇതിന്റെ മറ്റേ ഇപ്പൊ ഒരു സപ്പോസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫൈറ്റ് സീക്വൻസിൽ അതിൽ ക്യാമറ ഏത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഷോട്ട് അത് അതിലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ലേ? ഈ ക്യാമറ സൈഡിലും കൂടി നിങ്ങൾക്ക് സജഷൻസ് നിങ്ങൾ കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ ഡയറക്ടർ ആവശ്യപ്പെടുന്ന ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കൊറിയോഗ്രാഫി ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ന ക്യാമറ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാറ്. കാരണം നമ്മൾ ആവശ്യപ്പെടുന്ന എക്യുപ്മെന്റ്സ് കിട്ടിയാൽ നമുക്ക് അവരെ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാമറ നമ്മൾ പറയാറുണ്ട്. ഫുൾ ഇൻവോൾവ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും. ഇതൊന്നും ഈ പറഞ്ഞ പോലെ അതാണ് പലരും അറിയാത്ത ഒരു മേഖലയാണ് ഇത് ശരിക്കും. നിങ്ങളുടെ ഈ ഡ്യൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഹീറോസിനൊക്കെ ഡ്യൂപ്പ്, അതും ഈ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ തന്നെയാണോ ചെയ്യുന്നത് അതോ രണ്ടാണോ? ശരിക്കും ഡ്യൂപ്പ് മാത്രം ചെയ്യാൻ ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ സ്റ്റണ്ട് ആർട്ടിസ്റ്റും ചിലവർ ഡ്യൂപ്പ് ചെയ്യാറുണ്ട്, അവരുടെ സ്കില്ലനുസരിച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു, ഇപ്പൊ കൂടുതലും ആക്ടേഴ്സ് അവര് തന്നെയാണ്, ഡ്യൂപ്പ് കുറഞ്ഞു വരുന്ന ഒരു സമയമാണോ? ഇപ്പൊ കൂടുതലും ആക്ടേഴ്സ് തന്നെയാണോ? ജനറേഷനൊക്കെ വരുമ്പോഴും ടെക്നോളജി ഒരുപാട് വന്നതുകൊണ്ട് പിന്നെ ഒരുപാട് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ടും ഇപ്പൊ 90% ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അതിന് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ ഈ പറയുന്ന ഇപ്പൊ പല ആർട്ടിസ്റ്റുകളും ഈ ഡ്യൂപ്പുകളെ ചെയ്യുന്നതിന് ഇപ്പൊ നമ്മൾ ട്രോളുകളൊക്കെ വരുന്നുണ്ട്, അത് ആ നടനല്ല ചെയ്തത്, ഡ്യൂപ്പാണ് ചെയ്തത്. പക്ഷെ അത് നിങ്ങളുടെ ഒരു രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റുകൾ സ്വയം ചെയ്യുന്നതാണോ ഡ്യൂപ്പ് ചെയ്യുന്നതാണോ കൂടുതൽ നല്ലത് ശരിക്കും? കാരണം ഈ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതൊരു സിനിമയുടെ കണ്ടിന്യൂറ്റി ഒക്കെ ബാധിക്കുന്നില്ല. അപ്പൊ എപ്പോഴും ഒരു ഡ്യൂപ്പ് ഒരു സേഫ്റ്റി അല്ലേ ഇത് ശരിക്കും? അതെ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ആർട്ടിസ്റ്റിന് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഡ്യൂപ്പ് വെച്ച് ചെയ്യും. കാരണം സേഫ്റ്റി ആണല്ലോ ഇമ്പോർട്ടന്റ്. അത് പക്ഷെ ഈ പറഞ്ഞ പോലെ അതിലും അത് ഈ പറഞ്ഞ പോലെ വല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഫാളിങ്ങോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രം, അല്ലാതെ മാക്സിമം 90% ഇപ്പൊ ഹീറോ തന്നെ ചെയ്യും അങ്ങനത്തെ ഒരു. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ അതൊരു ഭയങ്കരമായിട്ട് എന്താ പറയാ ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ വേണ്ടി ചെയ്യണം. കാരണം ഒരേ കാണാൻ, അതായത് ഏകദേശം ആർട്ടിസ്റ്റിന്റെ സ്കില്ല് ഒരു ഡ്യൂപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു സീക്വൻസ് ചെയ്യുമ്പോൾ അവര് ക്യാമറ എവിടെയാണ്, ക്യാമറയുടെ മൂവ്മെന്റ് ഒക്കെ എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് ഇവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഈ എയറിൽ ട്രാവൽ ചെയ്യണമെങ്കിലും എന്ത് ചെയ്യാനും പെട്ടെന്ന് കൈകൊണ്ട് ഇങ്ങനെ ഫേസ് മാസ്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാണ്ട് പെട്ടെന്ന് ഒരാൾക്ക് ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് പറ്റില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടൈമിങ് വേണം, പ്ലസ് ഈ ക്യാമറ ഫേസ് അയാളുടെ ഉള്ളിൽ ഒരു കലാകാരൻ ഉണ്ടാവണം അല്ലേ, അത് വേണം എന്നാലും ചെയ്യാൻ. കാരണം സെയിം ലുക്ക് ആയിരിക്കും, സെയിം മീൻസ് ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജ് മാത്രം ഒക്കെ ഡിഫറെന്റ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ നേരത്തെ പറഞ്ഞ ഫേസ് വരാത്ത രീതിയിൽ ഈ ചാടുന്നത് ഒരു ഹീറോ ആയിരിക്കും, ചാടാൻ പോകുന്ന ഒരു ഹീറോ ആയിരിക്കും, ചാടുന്നത് ഡ്യൂപ്പ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ ഈ പറഞ്ഞ പോലെ കറക്റ്റ്? അത് മാസ്റ്ററുടെ ഒരു ഇതാണോ അതോ? ഫസ്റ്റ് നമ്മൾ ആർട്ടിസ്റ്റിനെ വെച്ച് തന്നെ ട്രൈ ചെയ്യും. അതിൽ നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ വിത്ത് ആർട്ടിസ്റ്റിന്റെ കൂടെ പെർമിഷനോട് ഡ്യൂപ്പിനെ വെച്ച് ചെയ്യും. കാരണം ഈ ക്യാരക്ടറിനെ നല്ല പെർഫോം ചെയ്യിപ്പിക്കാനുള്ള ഉള്ളമേ, അതിപ്പോ ആര് ചെയ്താലും 90% ഇപ്പൊ ആർട്ടിസ്റ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യേണ്ട അവർ തന്നെ ചെയ്യുന്നത്. ഈ ഡ്യൂപ്പും നേരത്തെ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് പറഞ്ഞ പോലെ പുറത്ത് തന്നെയാണോ കൂടുതലും എപ്പോഴും? ഡ്യൂപ്പ് ആർട്ടിസ്റ്റിന് കൂടുതൽ ചെന്നൈ നോക്കിയാണ്. ചെന്നൈ ഉണ്ടോ കേരളത്തിൽ നിന്ന്? കേരളത്തിന്റെ 1-2 പേരുണ്ട്. കുറവാണ്. അത് ഈ പറഞ്ഞ പോലെ റിസ്കി ആയിട്ടുള്ള ഒരു ജോബ് ആയതുകൊണ്ടാണോ ആൾക്കാർ അത് മേഖലയിലോട്ട് വരാത്തത്? ഒരുപക്ഷെ അതായിരിക്കും. അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെഡിക്കേഷൻ കുറവായിട്ടും സംഭവിക്കും. പിന്നെ തിരിച്ചറിയപ്പെടാത്ത ഒരു അവരിത് ചെയ്താലും തിരിച്ചറിയപ്പെടാത്തതാണല്ലോ. ഇപ്പൊ കുറെ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫൈറ്റിൽ ഏറ്റവും ഗംഭീരമായിട്ട് എന്താ പറയാ പെട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഉൾക്കൊണ്ട് നന്നായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇത്രകാലം വർക്ക് ചെയ്തതിൽ വെച്ച് പറയാനാണെങ്കിൽ ആരൊക്കെ ആയിരിക്കും? അതെനിക്ക് തമിഴില് ജിത്തൻ രമേശ്, ജീവയുടെ ബ്രദർ ജിത്തൻ രമേശ്, പിന്നെ അതുപോലെ വിജയേശ്വാസ്. അത്യാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല. എല്ലാവരും നമ്മൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ ഓക്കെയാണ്. 1-2 റിഹേഴ്സൽ കഴിഞ്ഞാൽ ഓക്കെയാണ്. ഈ പുറത്തൊക്കെ എനിക്കൊന്ന് തെലുങ്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പുറത്തൊക്കെ നമുക്കറിയാം കൂടുതൽ തെലുങ്കിലായാലും അവിടെയൊക്കെ ഓൾറെഡി ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടത്തെക്കാട്ടും കൂടുതൽ അവിടെ അവർ ഓൾറെഡി ഇതൊക്കെ ഈ പറഞ്ഞ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടൊക്കെ വരും. എന്താ പറയാ വെൽ ട്രെയിൻഡ് ആയിട്ടാണ് അവരൊക്കെ വരുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കമ്പാരിസൺ തോന്നിയിട്ടുണ്ടോ മലയാളത്തിൽ വർക്ക് ചെയ്യുമ്പോഴും അവിടെ വർക്ക് ചെയ്യുമ്പോഴും? അങ്ങനെ പറഞ്ഞ അവർക്ക് പിന്നെ അത്ര അതിനു വേണ്ടി ഇമ്പോർട്ടന്റ് ഉള്ള ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവിടെ നിർബന്ധമാണല്ലോ, ഫൈറ്റ്സ് ഒക്കെ നിർബന്ധം തന്നെയാണല്ലോ. ഇപ്പോ റീസെന്റ് ആയിട്ട് വർക്ക് ചെയ്ത മലയാള സിനിമകൾ ഏതൊക്കെയാണ് ഇപ്പൊ ഈ അടുത്ത് റിലീസായത്? ആസാദി, അതുപോലെ അടിനാശം, വെള്ളപ്പൊക്കം, പിന്നെ ചാട്ടുളി, ഇതൊക്കെയാണ് റീസെന്റ് റിലീസായത്. ഇതൊക്കെ അത്യാവശ്യം അടിനാശത്തിലൊക്കെ ഷൈൻ ടോം ചാട്ടുളിയിലും ഷൈൻ ടോം തന്നെ, രാജ്ബാബു സാറുണ്ട്, കങ്കാരു ഒക്കെ ചെയ്തത്. പിന്നെ ഇതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കിപ്പോ ഒരു ഫൈറ്റ് സീക്വൻസിന് വേണ്ട അതിന്റെ ഒരു എന്താ പറയാ ബെഡും അല്ലെങ്കിൽ റോപ്പ് കാര്യങ്ങൾ, ഇതൊക്കെ ശരിക്കും നിങ്ങൾ തന്നെയാണോ കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടാവുമോ അതോ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുമോ? ഞങ്ങളുടെ കയ്യിലും ഉണ്ട്. പിന്നെ അതുപോലെ ആവശ്യമെങ്കിൽ അസോസിയേഷനിലും ഉണ്ട്, അവിടെ നിന്നും എടുക്കാവുന്ന, റെന്റിനും എടുക്കാവുന്നത്. അപ്പോ എന്താ പറയാ അത് ഓൾറെഡി ഞാൻ ചോദിച്ച ഓൾറെഡി ചേട്ടന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. എല്ലാ റോപ്പ് സീക്വൻസിലുള്ളതുണ്ട്, ആക്സിഡന്റിനുള്ളത് ഉണ്ട്, എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഞാൻ ചോദിച്ചാൽ അഭിനയം മാത്രമല്ല, അഭിനയിക്കുന്ന സിനിമകൾ ഇനിയിപ്പോ റിലീസ് ആവാൻ ഒരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു സിനിമ ഉണ്ട്. അതല്ലാതെ വേറെ ഏതെങ്കിലും അഭിനയിക്കാൻ തുടങ്ങുന്നുണ്ടോ? അഭിനയിക്കാൻ ഏതെങ്കിലും സിനിമ ഉണ്ടോ? സംസാരിച്ചിട്ടുണ്ട്, ചർച്ചകൾ നടക്കുന്നു. അതല്ലാതെ ഈ പറഞ്ഞ കൊറിയോഗ്രാഫി ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ആക്ഷൻ ഇതുപോലെ ചർച്ചകൾ നടക്കുന്നു, സംസാരിച്ചിട്ടുണ്ട്. റിലീസ് ആവാറുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ഹീറോ ആയിട്ട് 11.11 മഹേഷ് കേശവ് ഡയറക്ടർ. ഓക്കെ, അതാണിപ്പോ
അത് റിലീസ് ആവാനുണ്ട്. പിന്നെ ഓ പ്രേമ എന്ന് പറഞ്ഞിട്ട് ഒരു പടം റിലീസ് ആവാനുണ്ട്. ഏണി എന്ന് പറഞ്ഞിട്ട് ഒരു പടം റിലീസ് ആവാനുണ്ട്. പിന്നെ ഉടനെ റിലീസ് ആവാൻ പോകുന്നത് ഡാർക്ക് ഹെവൻ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടം, അത് റിലീസ് ആവാനുണ്ട്. പിന്നെ ചങ്കൂറ്റം എന്ന് പറഞ്ഞിട്ടൊരു പടം റിലീസ് ആവുന്നുണ്ട്. ചിലപ്പോൾ ടൈറ്റില് ചേഞ്ച് ആവാൻ സാധ്യതയില്ല. പ്രകാശൻ കുഞ്ഞനാണ് ഡയറക്ടർ. ഇതിനു മുൻപ് 6ഓളം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മണിച്ചേട്ടന്റെ അവസാന പടം ഡയറക്ട് ചെയ്ത ആളാണ്. മൂന്നാം നാളെന്ന് പറഞ്ഞ പടം. ഇനിയിപ്പോ ഈ 25 വർഷം ഉണ്ടായ മാറ്റം കണ്ടു. ഇനിയിപ്പോ അങ്ങോട്ട് ഫ്യൂച്ചർ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു മേഖലയിലെ ഫ്യൂച്ചർ ഇനിയിപ്പോ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ ആണെങ്കിൽ തന്നെ പണ്ടത്തെ പോലെയല്ല, ഫൈറ്റുകളുടെ രീതി മാറുകയാണ് സിനിമയില്. അപ്പൊ നിങ്ങളെ സ്വയം നിങ്ങളുടെ ഒരു അപ്ഡേഷൻ എങ്ങനെയായിരിക്കും? നമ്മള് ലേറ്റസ്റ്റ് ടെക്നോളജി എന്തൊക്കെയാണ്, അതനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ട്രെയിനിങ് ആണെങ്കിലും മന്ത്ലി മുതൽ ട്രെയിനിങ് ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് അസിസ്റ്റന്റൊക്കെ വെച്ച് ട്രെയിനിങ് നോക്കി പുതിയ പുതിയ കാലഘട്ടത്തിൽ വരുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതല്ലാതെ ഇനി വേറെ ഡയറക്ഷനോ അങ്ങനെ എന്തെങ്കിലും അതൊന്നും താല്പര്യമില്ല. ഡയറക്ഷനൊക്കെ ചെയ്യണമെങ്കിൽ എപ്പോഴോ ചെയ്യാറുണ്ട്, പക്ഷെ നമുക്ക് അതിനോടും താല്പര്യമില്ല. കാരണം സ്റ്റണ്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, അതൊരു റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ആ ഒരു ടെൻഷൻ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിനേക്കാൾ ടെൻഷനിലാണ് ആക്ഷൻ കൊറിയോഗ്രാഫി. അതുകൊണ്ട് അല്ല, മറ്റേതൊരു സിനിമയുടെ മുഴുവനും ഉത്തരവാദിത്വം വരാണോ? അല്ലാതെ ഞാൻ ചോദിച്ചു, ഓൾറെഡി ഈ ഒരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് അതും കൂടി വേണ്ടാന്ന് വെച്ചിട്ടാണോ? അതിനേക്കാൾ എനിക്ക് പാഷൻ ഇതാണ്, ആക്ഷൻ കൊറിയോഗ്രാഫി. അതുകൊണ്ട് ഈ ഇതിലോട്ട് സാഹചര്യം കിട്ടുമ്പോൾ ആക്ടിങ് നോക്കാറുണ്ട്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ കുറവാണ് എന്ന് പറഞ്ഞു ഈ ഫീൽഡിലോട്ട്. ഇനിയിപ്പോ ഇതിലോട്ട് വരാൻ താല്പര്യമുള്ളവരോട് പറയാൻ എന്താണ്? മലയാളികളല്ല, ഏത് ഭാഷയായാലും ഞാൻ ചോദിച്ചാൽ എന്താണ് ശരിക്കും നമുക്കൊരു ബേസിക് ക്വാളിറ്റി വേണ്ടത്? ഫിസിക്കൽ ഇത് തന്നെയാണ്, ഫിസിക്കൽ മെയിൻ ആണ്. പിന്നെ അതുപോലെ മെയിനായിട്ട് ഈ സിസ്റ്റം ഫോളോ ചെയ്യണം. ആക്ഷൻ കൊറിയോഗ്രാഫി ഫിലിം ഇൻഡസ്ട്രിയിൽ അതിനൊരു സിസ്റ്റം ഉണ്ട്, അത് ഫോളോ ചെയ്യണം. സിസ്റ്റം ഉദ്ദേശിച്ചത് അതായത് അതിനൊരു ഒന്ന് ഡെഡിക്കേഷൻ വേണം, പിന്നെ പഞ്ച്വാലിറ്റി വേണം, പിന്നെ അതുപോലെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെ ഫോളോ ചെയ്ത് ഡെഡിക്കേറ്റ് ആയി വരുന്നവർക്ക് മാത്രമേ ശരിക്കും ലൈഫുള്ളൂ. അല്ലാതെ ഒരു 2-3 സിനിമ കഴിഞ്ഞാൽ പോകും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ ചെയ്യാൻ വരുമ്പോൾ ഓൾറെഡി ചിലപ്പോ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പായിരിക്കും അറിയുന്നത്, വിളിക്കുന്നത്, ഇങ്ങനെ വരുന്നത്. അപ്പോ ഇപ്പൊ സപ്പോസ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഹീറോ ആ ദിവസമായിരിക്കും രാവിലെ എത്തുന്നത്, നിങ്ങളുടെ ആർട്ടിസ്റ്റുകളും ചിലപ്പോൾ ആ ദിവസമായിരിക്കും എത്തുന്നത്. അപ്പൊ ടൈം ശരിക്കും കുറവല്ല അങ്ങനെ വരുമ്പോൾ? നിങ്ങൾക്കൊരു റിഹേഴ്സലോ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസോ അതിനൊക്കെ ശരിക്കും സമയം കുറവല്ലേ? അത് ശരിക്കും ബാധിക്കും. അതുകൊണ്ട് മാക്സിമം നമ്മളൊരു 2-3 ഡേയ്സോ അല്ലെങ്കിൽ 1 വീക്ക് മുൻപ് തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അതുപോലെ ഒരു റിഹേഴ്സൽ, ഫൈനൽ റിഹേഴ്സലൊക്കെ ഒന്ന് നോക്കാറുണ്ട്. ഇത് മെയിൻ ആർട്ടിസ്റ്റുകളെയും കൂടി വെച്ചിട്ട് അവർ പക്ഷെ അവൈലബിൾ ആവണ്ടേ? അവര് അവൈലബിൾ ഉള്ള ലൊക്കേഷനിൽ പോയിട്ട്, അല്ലെങ്കിൽ ഈ പടം ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫൈറ്റ് ചെയ്യില്ലല്ലോ, അപ്പൊ ഈ പടത്തില് ബാക്കിയുള്ള സീക്വൻസ് എടുക്കുന്ന ദിവസം ടൈം, ബ്രേക്ക് ടൈം, അല്ലെങ്കിൽ 6 o'clock ശേഷം ഈവനിങ് ഫ്രീ ആണെങ്കിൽ അപ്പൊ 2 hours 1 hour ഒക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അതെപ്പോഴും എന്നാലും അത് വർക്ക് ടൈമിൽ ഹെൽപ്ഫുൾ ആവുള്ളൂ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാത്തതായിരുന്നു ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ, പലവർക്കും അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ അപൂർവമായിട്ടാണ് നിങ്ങളെ പോലുള്ളവരൊക്കെ ഓഡിയൻസിനും എന്താ പറയാ നമ്മുടെ പ്രേക്ഷകർക്കും കാണാൻ പറ്റും. എല്ലാവരും എന്തായാലും സിനിമകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, തിയേറ്റർ പോയിട്ടിന്റെ സിനിമ കാണുക. അതാണ് ഞങ്ങളുടെ ഒരു നിലനിൽപ്പ്. അപ്പൊ അതുകൊണ്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.